നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാൻ പ്രതിസന്ധി മൂലം ഊർജ്ജവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിലായി വരുത്തി റേച്ചൽ റീവ്സ്. 5% ശമ്പള വർധനയുടെ ഭാഗമായി കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ എംപിമാരെ സഹായിക്കാൻ 3300 പൗണ്ട് വീതം നൽകാൻ ഉത്തരവിട്ട് റീവ്സ്. പ്രധാനമന്ത്രിയും ചാൻസലറും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്കെല്ലാം പുതിയ തീരുമാനത്തിൽ നേട്ടം. പ്രഭുസഭയിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾക്കും വർധനവിന്റെ പ്രയോജനം ലഭിക്കും. നികുതിരഹിത പ്രതിദിന വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് 390 പൗണ്ട്. യുകെയിൽ ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രോഗികൾ കാത്തിരിപ്പ് തുടരുന്നു. ലക്ഷ്യം കാണാതെ AD, ക്യാൻസർ ചികിത്സ, മുൻകൂട്ടി നിശ്ചയിച്ച ചികിത്സകൾ എന്നിവയിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുള്ള NHS ശ്രമങ്ങൾ തുടരുന്നു. നിലവിലും ലക്ഷക്കണക്കിന് രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ട അവസ്ഥ. ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവന മേഖലയ്ക്ക് പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് കണക്കുകൾ. 2029 അവസാനത്തോടെ NHSലെ വെയിറ്റിംഗ് സമയം സാധാരണ നിലയിലേക്ക് എത്തിക്കുമെന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും ഉറപ്പുകൾ പാഴ്വാക്കായി. ക്യൂബൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചുവന്ന കർശനമായ നിലപാടുകളിൽ നിന്ന് അപ്രതീക്ഷിത മാറ്റം. റഷ്യയിൽ നിന്നുള്ള ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് എത്തുന്നതിന് അനുമതി നൽകി അമേരിക്ക. നടപടി US ഏർപ്പെടുത്തിയ ശക്തമായ എണ്ണ ഉപരോധം നിലനിൽക്കെ. ക്യൂബ നേരിടുന്ന രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്കിടയിൽ റഷ്യൻ എണ്ണക്കപ്പൽ ക്യൂബയിൽ എത്തുന്നതിന് അമേരിക്ക തടസ്സം നിൽക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ക്യൂബയിലെ മാസങ്ങളായുള്ള ഇന്ധനക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകും. ഇറാനിലെ ലഹമർ പട്ടണത്തിൽ കഴിഞ്ഞ മാസം നടന്ന മാരകമായ ആക്രമണത്തിൽ പുതിയ മിസൈൽ പരീക്ഷിച്ച് അമേരിക്ക പരീക്ഷിച്ചത് സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ. US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ പലതും ഇറാൻ അംഗീകരിച്ചതായി ട്രംപ്. വിഷയത്തിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാൻ. വളരെ നല്ല കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്നും പ്രധാന വിഷയങ്ങളിൽ അർത്ഥവത്തായ പുരോഗതിയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ കൈത്താങ്. അടിയന്തരമായി ഇന്ത്യ കൊളംബോയിൽ എത്തിച്ചത് 38,000 മെട്രിക് ടൺ ഇന്ധനം. തീരുമാനം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ഇന്ത്യ നൽകിയ കൈത്താങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും നന്ദി അറിയിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കവേ BJPയെ കടന്നാക്രമിച്ച് മമതാ ബാനർജി. സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ മത്സ്യവും മാംസവും മറ്റും കഴിക്കുന്നതിൽ നിന്ന് അവർ വിലക്കുമെന്ന് മമത. BJP നിലപാടുകൾ ഏകപക്ഷീയമാണെന്നും അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി. കലാപത്തിന് പ്രേരിപ്പിക്കുന്നവരാണ് BJP എന്നും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് മമതാ ബാനർജി. മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർക്ക് മാത്രം മറുപടി നൽകിയതുമായി ബന്ധപ്പെട്ട്. കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതെന്നും ഇത് മോശമാണെന്നും മുഖ്യമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ. പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. VD സതീശനോട് സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി. വെല്ലുവിളി ഏറ്റെടുത്ത് VD സതീശൻ. നിയമത്ത് ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് വെക്കില്ല എന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പരാമർശം SDPI CPM ഡീൽ ആരോപണങ്ങൾക്കിടെ. ചിലരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നും വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് പ്രധാനമെന്നും മന്ത്രി. നിയമത്തെ ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്നതിൽ ഉറച്ച് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. SDPI ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ ഒരു കൈത്താങ്ങായി എംപിമാർക്കും വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്കും ഈ ആഴ്ച ബമ്പർ തുകയാണ് ലഭിക്കുന്നത്. ഇറാൻ പ്രതിസന്ധി മൂലം ഊർജ്ജവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ക്ലേശിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ തയ്യാറല്ല എന്ന് കഴിഞ്ഞ ആഴ്ച റേച്ചൽ റീവ്സ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 5% ശമ്പള വർധനയുടെ ഭാഗമായി കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ എംപിമാരെ സഹായിക്കാൻ 3300 പൗണ്ട് വീതം നൽകുകയാണ് റേച്ചൽ റീവ്സ്. മന്ത്രിമാർക്കും ഈ തുക ബാധകമാകുമെന്നതിനാൽ പ്രധാനമന്ത്രരിയും ചാൻസലറും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ ഇത് ലഭിക്കും. പ്രഭുസഭയിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾക്കും വർധനവിന്റെ പ്രയോജനം ലഭിക്കും. അവരുടെ നികുതിരഹിത പ്രതിദിന വരുമാനം 390 പൗണ്ടായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങളിൽ 6.2% വർധനവ് ലഭിക്കും. പണപ്പെരുമ നിരക്കിന്റെ ഇരട്ടിയോളം വരും വർധനവിന്റെ നിരക്ക്. അടുത്തയാഴ്ച ലേബർ സർക്കാർ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് എടുത്തു കളയുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലില്ലാത്ത കുടുംബങ്ങൾക്ക് ആയിരക്കണക്കിന് പൗണ്ടിന്റെ അധിക വരുമാനം ലഭിച്ചു തുടങ്ങും. സർക്കാരിന്റെ ഇത്തരം നയങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തെ 2 തട്ടുകളായി വിഭജിച്ചിരിക്കുകയാണ് എന്ന് ടാക്സ് പേയേഴ്സ് അലയൻസിന്റെ വില്യം യാർഡ്വുഡ് ചൂണ്ടിക്കാട്ടുന്നു. ഒരു വിഭാഗത്തിന്റെ ജീവിതശൈലി സംരക്ഷിക്കുന്നതിനായി സാധാരണ തൊഴിലാളികൾക്ക് അധിക ഭാരം ചുമലിൽ ചുമക്കേണ്ടതായി വരുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്.
നികുതിദായകരുടെ നട്ടലൊടിയുന്ന രീതിയിലാണ് സർക്കാർ അവരിൽ നിന്നും കൂടുതൽ നികുതി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ബ്രിട്ടൻ അതിവേഗം ഒരു ദ്വിതല സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെയും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ നികുതി നൽകുന്ന അധ്വാനിക്കുന്ന വിഭാഗത്തിനുമേൽ വരുന്ന സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതെ മരവിപ്പിക്കണമെന്നും യാർവുഡ് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം എംപിമാരുടെ വേതനവും GDP പെർ ക്യാപിറ്റയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. MP എന്ന നിലയിൽ ലഭിക്കുന്ന വേതനം മുഴുവൻ ചാരിറ്റികൾക്കായി നൽകുന്ന ഗ്രേറ്റ് യാർമത്ത് MP റുപ്പർട്ട് പറയുന്നത് തന്റെ നിയോജക മണ്ഡലത്തിലെ നികുതിദായകർ മാത്രമാണ് എംപിമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് വഴി പ്രയോജനം ലഭിക്കുന്ന നികുതിദായകർ എന്നാണ്. A&E ക്യാൻസർ ചികിത്സ, മുൻകൂട്ടി നിശ്ചയിച്ച ചികിത്സകൾ എന്നിവയിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുള്ള NHS ശ്രമങ്ങൾ ലക്ഷ്യം കാണാത്തതിനാൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് രോഗികൾ ചികിത്സ ലഭിക്കുന്നതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് റിപ്പോർട്ട്. സാമ്പത്തിക വർഷം നാളെ അവസാനിക്കാനിരിക്കെ അതിനുള്ളിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശിച്ച നടപടികൾ നടപ്പിലാക്കാൻ ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവന മേഖലയ്ക്ക് കഴിയില്ല എന്നാണ് NHSലെ ഏറ്റവും പുതിയ കണക്കുകൾ വിശകലനം ചെയ്ത ദ ഗാർഡിയൻ എഴുതുന്നത്. ഇത് കഴിഞ്ഞയാഴ്ച ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് നൽകിയ 2029 അവസാനത്തോടെ NHSലെ വെയിറ്റിംഗ് സമയം സാധാരണ നിലയിലേക്ക് എത്തിക്കുമെന്ന ഉറപ്പുകൾക്ക് നേരെ ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. മാത്രമല്ല NHSനെ പഴയ നിലയിലേക്ക് എത്തിക്കുമെന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നൽകിയ ഉറപ്പും ഇതോടെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതോടൊപ്പം 2015 മുതൽ NHSനെ ഒരു ഒഴിയാബാധയായി തുടരുന്ന ദൈർഘ്യമേറിയ കാത്തിരിപ്പ് സമയം എന്ന പ്രശ്നം അവസാനിക്കുമെന്നുള്ള പൊതുജനങ്ങളുടെ സ്വപ്നവും പാഴാവുകയാണ്. നിശ്ചയിച്ച സമയത്തിനു മുൻപായി ലക്ഷ്യം കാണുവാൻ അധിക അപ്പോയിന്റ്മെന്റുകൾക്കും കൂടുതൽ ശസ്ത്രക്രിയകൾക്കുമായി കഴിഞ്ഞയാഴ്ചകളിൽ 120 മില്യൺ പൗണ്ടോളം NHS ആശുപത്രികൾക്ക് കൈമാറിയിട്ടും ലക്ഷ്യത്തിന്റെ അടുത്തെത്താൻ പോലും ആകുന്നില്ല എന്നതാണ് വാസ്തവം. 2029 ആകുമ്പോഴേക്കും അടിയന്തരമായ ആവശ്യമില്ലാത്ത ആശുപത്രി ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കുമായി കാത്തിരിക്കുന്നവരിൽ 92% പേർക്ക് അത് 18 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കുമെന്നായിരുന്നു സ്ട്രീറ്റിംഗ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ ജനുവരിയിലെ കണക്കുകൾ അനുസരിച്ച് 61.5% പേർക്ക് മാത്രമാണ് ചികിത്സകൾ 18 ആഴ്ചകൾക്കുള്ളിൽ നൽകാൻ കഴിഞ്ഞത്. 2025 ജനുവരിയിൽ 58.8% എന്നതിൽ നിന്നും പുരോഗതി ഉണ്ട് എങ്കിലും 2025-26 കാലയളവിൽ ലക്ഷ്യം വെച്ച 65% പേർക്ക് ചികിത്സ 18 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. NHSന് കീഴിലുള്ള 150 ട്രസ്റ്റുകളിൽ 52 എണ്ണത്തിന് മാത്രമാണ് 65% എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞത്. അതായത് വെറും 1/3 ട്രസ്റ്റുകളിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ പുരോഗതി ദൃശ്യമായതെന്ന് ചുരുക്കം. മാത്രമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രകടനത്തിൽ 5%-എങ്കിലും മെച്ചം വരുത്തണമെന്ന അധിക നിർദ്ദേശം പാലിക്കാൻ 70% ട്രസ്റ്റുകൾക്കും കഴിഞ്ഞിട്ടില്ല. 44 ട്രസ്റ്റുകളിൽ കാത്തിരിപ്പ് സമയം മുൻവർഷത്തേക്കാൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. മരണമടഞ്ഞ എലിസബത്ത് രാജ്ഞിയെ കുറിച്ച് അത്യന്തം ആഴത്തിൽ നടത്തിയ ഗവേഷണത്തിനൊടുവിൽ ഹ്യൂഗോ വിക്കേഴ്സ് എഴുതിയ പുസ്തകം ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഡയാനയുമായി വിവാഹബന്ധം നിലനിൽക്കെ തന്നെ മുൻകാമുകി കാമില പാർക്കറുമായി ചാൾസ് പുലർത്തി വന്ന ബന്ധമായിരുന്നു വിവാഹം തകരാൻ കാരണമെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. ഇത് തെറ്റാണെന്ന് പറയുകയാണ് വിക്കേഴ്സ്. 1972 മുതൽ തന്നെ ചാൾസും കാമിലയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിക്കേഴ്സ് പറയുന്നത്. പിന്നീട് നേവിയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനായി ചാൾസ് 8 മാസത്തോളം സമുദ്രയാത്രയ്ക്ക് പോയ സമയത്തായിരുന്നു കാമിലയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്ന മേജർ ആൻഡ്രൂ പാർക്കർ ബോവൽസിനെ അവർ വിവാഹം കഴിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു. അതിനിടയിലാണ് ഡയാനയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ വിക്കേഴ്സ് നടത്തുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ ഡയാന ആഗ്രഹിച്ചത് തന്റെ ബാല്യകാല സുഹൃത്തായ ആൻഡ്രൂ രാജകുമാരനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അത്രേ. അന്ന് ഡയാനയ്ക്ക് ചാൾസിനെ വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല ഇവരുടെ വിവാഹ നിശ്ചയം കഴിയുന്നതുവരെ ഡയാന ചാൾസിനെ സർ എന്നായിരുന്നു വിളിച്ചിരുന്നതെന്നും അതിൽ പറയുന്നു. ചാൾസുമായുള്ള വിവാഹം നിശ്ചയിച്ചപ്പോൾ തന്നെ ഡയാനയെ കുറിച്ച് അറിയാവുന്ന നോർഫോക്കിലെ ചിലർ ഈ ബന്ധം തകരുമെന്ന് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹാരിയുടെ ജനനശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു അത്രേ. ആരോഗ്യപരമായ ആവശ്യതകൾ അനുഭവിക്കുന്ന ഡയാനയ്ക്ക് ഏറെ ആവശ്യമായ സഹാനുഭൂതി നൽകിയത് അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ബാരി മന്നക്കി എന്ന 37-കാരനായിരുന്നു എന്ന് വിക്കേഴ്സ് പറയുന്നു. ക്രമേണ അവരുടെ ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഭാര്യയുടെ സാന്നിധ്യത്തിൽ ഡയാനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ സത്യം അറിയുവാനായി ഡയാനയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു. ആദ്യമൊക്കെ നിഷേധിച്ചുവെങ്കിലും ഭാര്യയുമായുള്ള അടുപ്പം ഡയാന തുറന്നു സമ്മതിച്ചു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്ന സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഭാര്യയെ റോയൽ ഡ്യൂട്ടിയിൽ നിന്നും സ്ഥലം മാറ്റുകയായിരുന്നു. ഇക്കാര്യം ഭാര്യ തന്നെ ഡയാനയെ ഫോണിലൂടെ അറിയിച്ചപ്പോൾ ഡയാന ദുഃഖിതയായി എന്ന് വിക്കേഴ്സ് പറയുന്നു. ഡയാനയിൽ വന്ന ഭാവമാറ്റത്തെക്കുറിച്ച് ചാൾസ് അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴായിരുന്നു ഭാര്യയെ സ്ഥലം മാറ്റിയതാണ് അതിന് പ്രധാന കാരണമെന്ന് മനസ്സിലാകുന്നത്. അയാളെ തിരികെ വിളിക്കാൻ ചാൾസ് ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷാ വിഭാഗം മേധാവി അത് നിരാകരിച്ചു. സ്ഥലം മാറ്റിയെങ്കിലും പിന്നീട് കുറച്ചുകാലം കൂടി അവർ തമ്മിലുള്ള ബന്ധം നിലനിന്നിരുന്നുവെന്ന് വിക്കേഴ്സ് എഴുതുന്നു. പിന്നീട് കൂടിക്കാഴ്ചകളിലെ സങ്കീർണതകൾ മൂലം അത് നിലച്ചു. ഈ വിവരം അറിഞ്ഞതാണ് ചാൾസും ഡയാനയുമായുള്ള വിവാഹബന്ധം തകരാൻ ഇടവരുത്തിയത്. ഈ സംഭവത്തിന് ശേഷമാണ് ചാൾസ് കാമിലയുമായി വീണ്ടും അടുക്കുന്നതെന്നും വിക്കേഴ്സ് എഴുതുന്നു. ഈ ഭാര്യയാണ് രാജദമ്പതികളുടെ വിവാഹം തകരാൻ കാരണമായതെന്നും അല്ലാതെ കാമിലയല്ല അതിന് കാരണമെന്നുമാണ് വിക്കേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് 1987 മെയ് 15 മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചിരുന്ന ബൈക്കിന് പിറകിൽ
കാറിലിരുന്ന് സഞ്ചരിക്കുമ്പോൾ കിഴക്കൻ ലണ്ടനിലെ വുഡ്ഫോർഡിൽ വെച്ച് ഒരു കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഭാര്യ മരണമടഞ്ഞു. ഇംഗ്ലണ്ടിൽ പാർക്കിംഗ് പിഴ ഈടാക്കുന്നതിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായി ഏകീകൃത ഡിജിറ്റൽ സംവിധാനമായ നാഷണൽ പാർക്കിംഗ് പ്ലാറ്റ്ഫോം കൂടുതൽ കൗൺസിലുകൾക്ക് സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. വിവിധ പാർക്കിംഗ് ഇടങ്ങളിൽ പണമടയ്ക്കാൻ ഓരോ തവണയും വ്യത്യസ്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പ്രധാന പാർക്കിംഗ് ആപ്പുകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് പണമടയ്ക്കാൻ കഴിയുന്ന രീതിയാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. ഇപ്പോൾ വരെ ഇംഗ്ലണ്ടിലെ 15 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് NPPയിൽ ചേരുന്നത്. എന്നാൽ ഇത് കൂടുതൽ വ്യാപിക്കാൻ സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ഗൈഡൻസ് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ഇത് നിയമമല്ല എങ്കിലും കൗൺസിലുകൾ പാലിക്കേണ്ട ഔദ്യോഗിക നിർദ്ദേശമായതിനാൽ അവഗണിച്ചാൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ 10 കൗൺസിലുകളിൽ ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി നടപ്പാക്കിയിരുന്നു. ഇതിനോടകം തന്നെ 10 മില്യണിലധികം പണമിടപാടുകൾ NPP വഴി നടന്നതായി സർക്കാർ വ്യക്തമാക്കി. ലളിതവും സൗകര്യപ്രദവുമായ പണമടയ്ക്കൽ സംവിധാനം ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായിരിക്കുമെന്ന് ഗതാഗത സെക്രട്ടറി ഹേഡി അലക്സാണ്ടർ പറഞ്ഞു. പിഴവഴികളിലായി ആശയക്കുഴപ്പം കുറച്ച് അന്യായ പിഴകൾ ഒഴിവാക്കാൻ ഈ സംവിധാനം സഹായകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് ഡെർബി ടൗൺ സെന്ററിൽ നടന്ന കാർ അപകടത്തിൽ ഇന്ത്യൻ യുവാവ് അറസ്റ്റിലായതിനെ കേരളത്തിലെ മുൻനിര മാധ്യമം മലയാളി യുവാവ് അറസ്റ്റിലായെന്ന് സംശയമെന്ന് വ്യാജ പ്രചരണം നടത്തിയതോടെ ആശങ്കയിലായത് UK മലയാളികളും നാട്ടിലെ ബന്ധുക്കളും. അറസ്റ്റിലായ യുവാവിനെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസ് നൽകാതിരിക്കെയാണ് മലയാളിയാണെന്ന സംശയമുണ്ടെന്ന വ്യാജ പ്രചരണം ഉണ്ടായത്. അറസ്റ്റിലായ യുവാവ് ഇന്ത്യൻ വംശജനാണെന്നും ഏതാനും വർഷമായി UKയിൽ താമസിക്കുന്ന വ്യക്തിയാണെന്നുമുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ബ്രിട്ടനിൽ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പോലീസ് ജാഗ്രത പാലിക്കുന്ന സന്ദർഭത്തിലുണ്ടായ അസാധാരണ അപകടത്തെ ഇപ്പോൾ കൗണ്ടർ ടെററിസം പോലീസാണ് കൈകാര്യം ചെയ്യുന്നത്. മുൻപ് സമാനമായ വിധത്തിൽ മാഞ്ചസ്റ്ററിലും ഗ്ലാസ്ഗോയിലും ടൗൺ സെന്ററുകളിൽ കൂട്ട അപകടം ഉണ്ടായപ്പോഴും ഭീകരവിരുദ്ധ സേനയാണ് കേസ് കൈകാര്യം ചെയ്തതെങ്കിലും പിന്നീട് സംഭവങ്ങൾ സാധാരണ അപകടം മാത്രമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഡെർബിയിലും പോലീസ് ഭീകരാക്രമണ സാധ്യത കൂടി ചേർത്തുള്ള അന്വേഷണം നടത്തുന്നത്. മദ്യലഹരിയിലോ ഫോൺ ഉപയോഗിച്ചത് വഴി ഉണ്ടായ ശ്രദ്ധക്കുറവിലോ സംഭവിച്ച അപകടമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായും പറയപ്പെടുന്നത്. ഒട്ടേറെ വഴിയാത്രക്കാരിലേക്ക് കാർ ഇടിച്ചു കയറിയതാണ് ഭീകരാക്രമണ സാധ്യതയിലേക്ക് ബ്രിട്ടീഷ് പോലീസിന്റെ സംശയമെത്താൻ കാരണമായത്. ഡ്രൈവർ ബ്രിട്ടീഷ് വംശജൻ അല്ലാത്തത് മറ്റൊരു പ്രധാന കാരണമായി. അപകടത്തിൽ പരിക്കേറ്റ 7 പേരിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഒടുവിലെത്തുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച രാത്രി 9:30 കറുത്ത മാരുതി സുസുക്കി കാറാണ് അപകടമുണ്ടാക്കിയത്. കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ ഇന്ത്യക്കാരനായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റവർ റോഡിലും കാൽനടയ്ക്കുള്ള സ്ഥലത്തുമൊക്കെയായി വീണുകിടക്കുന്നത് സ്തംഭജനകമായ കാഴ്ചയാണ് നാട്ടുകാരിൽ സൃഷ്ടിച്ചത്. എങ്കിലും പോലീസ് എത്തുമ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജനങ്ങളുടെ ക്രിയാത്മക സഹകരണത്തിനും ഇന്നലെ പോലീസ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് പാഞ്ഞെത്തി എന്നതും പരിക്കേറ്റവരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായകരമായി. US ഏർപ്പെടുത്തിയ ശക്തമായ എണ്ണ ഉപരോധം നിലനിൽക്കെ റഷ്യയിൽ നിന്നുള്ള ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് പ്രവേശിക്കാൻ അമേരിക്ക അനുമതി നൽകിയതായി റിപ്പോർട്ട്. ക്യൂബ നേരിടുന്ന രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്കിടയിൽ റഷ്യൻ പതാക വഹിച്ച എണ്ണക്കപ്പൽ അവിടെ എത്തുന്നതിന് അമേരിക്ക തടസ്സം നിൽക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചു. ക്യൂബൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു വന്ന കർശനമായ നിലപാടുകളിൽ നിന്നുള്ള അപ്രതീക്ഷിത മാറ്റമാണിത്. US ഭരണകൂടം ഏർപ്പെടുത്തിയ ഇന്ധന ഉപരോധം തൽക്കാലം മാറ്റിവെക്കുന്ന ഈ നടപടി ആഭ്യന്തരമായി കടുത്ത ഊർജ്ജ പ്രതിസന്ധിയും ഇന്ധനക്ഷാമവും നേരിടുന്ന ക്യൂബയ്ക്ക് വലിയ ആശ്വാസമാണ്. റഷ്യയുമായി കടൽ മാർഗമുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനോ അല്ലെങ്കിൽ റഷ്യൻ എണ്ണയുടെ ആഗോള നീക്കം സുഗമമാക്കാനോ വേണ്ടിയാകാം ഈ ഇളവ് എന്നാണ് വിലയിരുത്തൽ. ക്യൂബയിലെ മാസങ്ങളായുള്ള ഇന്ധനക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകും. വരും ദിവസങ്ങളിൽ ഈ നീക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയ ബന്ധങ്ങളിൽ എന്ത് മാറ്റമാണ് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള ഈ ദ്വീപ് രാഷ്ട്രത്തിനു മേൽ US കഴിഞ്ഞ മാസങ്ങളിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. ക്യൂബയുടെ പ്രധാന എണ്ണ വിതരണക്കാരായ വെനസ്വേലയിൽ നിന്നുള്ള വിതരണം തടയുകയും മറ്റ് വിതരണക്കാർക്ക് അധിക നികുതി ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ക്യൂബയെ അസാധാരണ ഭീഷണി മുഴക്കുന്ന ഇടമായി ചിത്രീകരിക്കും വരെ ചെയ്തിരുന്നു US സർക്കാർ. ഈ ഉപരോധം കാരണം നഗരങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുകയും മാലിന്യങ്ങൾ കുന്നുകൂടുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല ഊർജ്ജക്ഷാമം മൂലം ആശുപത്രികളിൽ രോഗികളെ പ്രവേശിപ്പിക്കാനും ശസ്ത്രക്രിയകൾ നടത്താനും പ്രയാസം നേരിടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഏകദേശം 7,30,000 ബാരൽ എണ്ണയുമായി റഷ്യൻ ടാങ്കറായ അനാറ്റോലി കൊളോഡ്കിൻ ക്യൂബൻ തീരത്ത് സാന്നിധ്യം അറിയിച്ചതായും ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് തീരത്ത് നങ്കൂരമിടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കപ്പലുകളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്ന സൈറ്റുകൾ നൽകുന്ന വിവരമനുസരിച്ച് ഞായറാഴ്ച വൈകുന്നേരത്തോടെ ടാങ്കർ ക്യൂബയിലെ ഹോൾഗിൻ പ്രവിശ്യയ്ക്ക് സമീപം എത്തിയിരുന്നു. ചൊവ്വാഴ്ചയോടെ കപ്പൽ മാറ്റാൻസാസ് തുറമുഖത്ത് എത്തിയേക്കുമെന്നാണ് വിവരം. ഞായറാഴ്ച എയർഫോഴ്സ് 1 വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒരു ടാങ്കർ ക്യൂബയിലേക്ക് പോകുന്നുണ്ടെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ മിക്കവയും ഇറാൻ അംഗീകരിച്ചതായി അവകാശപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വിഷയത്തിൽ പാകിസ്ഥാനാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്.
ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചതായി ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സൂചിപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളിലും US സമ്മർദ്ദം ചെലുത്തിയേക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചർച്ചകൾ നേരിട്ടും പരോക്ഷമായും നടന്നതായി പ്രസിഡന്റ് പറഞ്ഞു. വളരെ നല്ല കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്നും പ്രധാന വിഷയങ്ങളിൽ അർത്ഥവത്തായ പുരോഗതി ഉണ്ടെന്നും പ്രതിബദ്ധതയുടെ സൂചനയായി ഇറാൻ വലിയ അളവിൽ എണ്ണ നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. നിലവിൽ USന്റെ 15 ഇനങ്ങളുടെ പദ്ധതിയുടെ പൂർണ്ണമായ രേഖ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല. 3 വിശാലമായ ആവശ്യങ്ങളടങ്ങിയ ഒരു പദ്ധതിയാണിതെന്ന് നിരവധി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ നിർദ്ദേശം 2025 ഒരു പദ്ധതിയുടെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പതിപ്പാണെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ പരിപാടി നിർത്തലാക്കുന്നതിലാണ് പ്രാരംഭമായി പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർത്തലാക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, സമ്പുഷ്ടീകരിച്ച പദാർത്ഥങ്ങൾ കൈമാറുക, നദാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ അടയ്ക്കുക, അന്താരാഷ്ട്ര പരിശോധനകൾക്ക് പൂർണ്ണ അനുമതി നൽകുക എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നതായി ദ ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു പ്രധാന ആവശ്യം ഇറാൻ മേഖലകളിലെ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതും ആയുധങ്ങൾ നൽകുന്നതും അവസാനിപ്പിക്കുക എന്നതാണ്. ഇത് ഹിസ്ബുള്ള, ഹൂതികൾ പോലുള്ള ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന് നിർണായകമായ ഗ്രൂപ്പുകളെ ബാധിക്കും. ഹോർമൂസ് കടലെടുക്ക് ആഗോള കപ്പൽ ഗതാഗതത്തിനായി തുറന്നിടുക, ചർച്ചകൾക്കായി ഒരു വെടിനിർത്തൽ സമയം ആരംഭിക്കുക തുടങ്ങിയവയും ഉൾപ്പെടുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പകരമായി US പൂർണ്ണമായ ഉപരോധങ്ങളിൽ നിന്നുള്ള ആശ്വാസം, USന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സിവിൽ ആണവ പരിപാടിക്ക് പിന്തുണ, സ്നാപ്ബാക്ക് ഉപരോധ സംവിധാനം നീക്കം ചെയ്യൽ എന്നിവ US വാഗ്ദാനം ചെയ്യുന്നതായാണ് മണി കൺട്രോളിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. ഇറാനിലെ ലഹ്മർദ് പട്ടണത്തിൽ കഴിഞ്ഞ മാസം നടന്ന മാരകമായ ആക്രമണത്തിൽ അമേരിക്ക തങ്ങളുടെ പുതിയ മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ. ലഹ്മർദിലെ ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധർ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്നാണ് വാദിക്കുന്നത്. BBC സ്ഥിരീകരിച്ച CCTV ദൃശ്യങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മിസൈൽ ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് വ്യക്തമായി കാണാം. മിസൈലിന്റെ സവിശേഷമായ ആകൃതി, നീളം, അത് സൃഷ്ടിച്ച സ്ഫോടനത്തിന്റെ വ്യാപ്തി എന്നിവ പരിശോധിച്ചാണ് ഇത് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്ന നിഗമനത്തിലെത്തിയത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന് 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 2023 മാത്രം US സൈന്യത്തിന്റെ ഭാഗമായ ഈ അത്യാധുനിക ആയുധം ആദ്യമായാണ് ഒരു യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ച ATACMS മിസൈലുകളുടെ പിൻഗാമിയായാണ് ഇവ അറിയപ്പെടുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകർന്നതും ഭയചകിതരായ ആളുകൾ ഓടുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. കെട്ടിടങ്ങളിൽ അവശേഷിച്ച കരിയും ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങളും ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ വാർഹെഡ് സൃഷ്ടിക്കുന്ന ആഘാതത്തിന് സമാനമാണെന്ന് വിശകലന വിദഗ്ധനായ അമയൽ കൊല്ലാസ ചൂണ്ടിക്കാട്ടി. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 21 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ജനവാസ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളിലും ഒരു സ്പോർട്സ് ഹാളിലുമാണ് മിസൈലുകൾ പതിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 12 വയസ്സുള്ള വോളിബോൾ താരം ഇൽഹാം സയേരിയും 2 വയസ്സുള്ള പിഞ്ചുകുഞ്ഞും ഉൾപ്പെടുന്നു. കുട്ടികൾ വോളിബോൾ കളിക്കാനും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനും ഉപയോഗിച്ചിരുന്ന സ്പോർട്സ് ഹാളാണ് തകർക്കപ്പെട്ടത്. സ്പോർട്സ് ഹാളിന് സമീപത്തുള്ള ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ താവളമായിരിക്കാം മിസൈലിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു. എന്നാൽ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം ഈ സൈനിക കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആക്രമണത്തെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാൻ US സെൻട്രൽ കമാൻഡ് തയ്യാറായിട്ടില്ല എങ്കിലും തങ്ങൾ ഒരിക്കലും സിവിലിയൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാറില്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആവർത്തിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.46 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.72 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.92 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.17 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ കൈത്താങ്. അയൽപ്പക്കത്തിന് മുൻഗണന എന്ന നയത്തിന്റെ ഭാഗമായി 38,000 മെട്രിക് ടൺ ഇന്ധനമാണ് അടിയന്തരമായി ഇന്ത്യ കൊളംബോയിൽ എത്തിച്ചത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും കാരണം ഇന്ധന വിതരണം നിലച്ച സാഹചര്യത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് നടപടി. 20,000 മെട്രിക് ടൺ ഡീസലും 18,000 മെട്രിക് ടൺ പെട്രോളുമാണ് ഇന്ത്യ അയച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നൽകിയ കൈത്താങ്ങിന് പ്രസിഡന്റ് ദിസനായകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും എക്സിലൂടെ നന്ദി അറിയിച്ചു. നേരത്തെ വെസ്റ്റ് ഏഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഇന്ധനം വാങ്ങിയിരുന്ന ശ്രീലങ്കയ്ക്ക് യുദ്ധം കാരണം വിതരണക്കാർ കൈയൊഴിഞ്ഞതാണ് വലിയ തിരിച്ചടിയായത്. ലങ്ക IOC വഴിയാണ് ഇന്ത്യയെ നിർണായക സഹായം ലഭ്യമാക്കിയത്. മേഖലയിലെ സുരക്ഷയും ഊർജ്ജ സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ വിശ്വസ്തരായ പങ്കാളികളായി ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. പെട്രോൾ പമ്പുകൾ വഴിയും റേഷൻ കടകൾ വഴിയും മണ്ണെണ്ണ വിതരണത്തിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. പാചകവാതക ക്ഷാമം തുടരുന്ന സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങളിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം താൽക്കാലികമായി ഇളവ് വരുത്തിയിട്ടുള്ളത്.
മണ്ണെണ്ണ മുക്തമായ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പെട്രോൾ പമ്പുകളിലൂടെയും റേഷൻ കടകളിലൂടെയും മണ്ണെണ്ണ ലഭ്യമാക്കാനാണ് ഉത്തരവ്. ഒരു ജില്ലയിൽ 2 പെട്രോൾ പമ്പുകളാണ് മണ്ണെണ്ണ വിതരണത്തിന് തിരഞ്ഞെടുക്കുക. 5000 ലിറ്റർ മണ്ണെണ്ണ സൂക്ഷിക്കാനാണ് അനുമതി. 2 മാസത്തേക്കാണ് ഇളവ് അനുവദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കവേ BJPയെ കടന്നാക്രമിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ മത്സ്യവും മാംസവും മറ്റും കഴിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്ന് അവർ ആരോപിച്ചു. പുരുലിയയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മമത. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മത്സ്യം കഴിക്കാറില്ല. BJP അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഇറച്ചിയോ മുട്ടയോ കഴിക്കാനാകില്ല. BJP നിലപാടുകൾ ഏകപക്ഷീയമാണ്. അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. ഇക്കൂട്ടർ കലാപത്തിന് പ്രേരിപ്പിക്കുന്നവരാണ്. അവർ കലാപങ്ങൾക്ക് പ്രേരിപ്പിച്ചാണ് അധികാരത്തിലെത്തിയത്. അവർ ആളുകളെ കൊലപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത്. ഗോത്രവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കുമെതിരായ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ബംഗാളി സംസാരിക്കുന്ന നമ്മുടെ ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു. നാം ആരെയും അടിച്ചമർത്തുന്നില്ല എന്ന് മമത പറഞ്ഞു. 2 ഘട്ടമായാണ് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം ഏപ്രിൽ 23-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നും. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമപ്രവർത്തകരും തമ്മിൽ വാക്കേറ്റു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രം മറുപടി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം. കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതെന്നും ഇത് മോശമാണെന്നും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എണീറ്റ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. പിന്നെ എന്തിനാണ് വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞ് വിളിച്ചുകൂട്ടിയതെന്നും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. ഇതൊരു സ്ഥിരം ശൈലിയാണെന്നും പറഞ്ഞു. ഇതോടെ സീറ്റിൽ നിന്ന് എണീറ്റുപോയ മുഖ്യമന്ത്രി തിരിച്ചെത്തി. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദ്യം ചോദിക്കണം. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ പ്രകടമായതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. മറുപടി വിശദമായി പറഞ്ഞു. നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചു എന്ന് വരില്ല. സമയം കഴിഞ്ഞതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനോട് എല്ലാ കാര്യവും ചർച്ച ചെയ്യുകയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇനി സംവാദമായാലോ എന്ന തലക്കെട്ടോടെ LDF സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. സംവാദത്തിന് ഏറ്റവും നല്ല വേദി നിയമസഭയായിരുന്നുവെന്നും അവിടെ നിന്ന് ഒളിച്ചോടിയവരാണ് വെല്ലുവിളിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഭാതലത്തിൽ പറഞ്ഞാൽ പറഞ്ഞതിന് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോടിയതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. സർക്കാരിനെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമായിരുന്നു നിയമസഭയിലെ ചർച്ചകൾ. എന്നാൽ പ്രതിപക്ഷം ഇതിലൊന്നും പങ്കെടുത്തില്ല. മന്ത്രിമാർ അഴിമതിയും മറ്റും നടത്തിയെങ്കിൽ അത് സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ഒന്നും പ്രതിപക്ഷം ഉന്നയിച്ചില്ല. ഒരു അടിയന്തര പ്രമേയവും അവസാന സമ്മേളനത്തിൽ കൊണ്ടുവന്നില്ല. സർക്കാരിനെ കുറ്റവിചാരണ നടത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവിശ്വാസ പ്രമേയമായിരുന്നു. സഭാതലത്തിൽ പറഞ്ഞാൽ പറഞ്ഞതിന് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. ഇപ്പോൾ പ്രചരിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ പറയാൻ കഴിയില്ല. പറഞ്ഞാൽ നേരെ ചൊവ്വേ മറുപടി കിട്ടുമെന്നുള്ളതാണ് കാര്യം. അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഇപ്പോൾ കണ്ടത്. കേരളത്തിന്റെ വികസനത്തിൽ പങ്കുവഹിച്ചു. ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ നാടിന് അർഹപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുമ്പോൾ അവിടെ എതിർത്തോ? ആ കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിന്നാലെ മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്താമെന്ന് അറിയിച്ച് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാം. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്തും. ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്ന് സതീശൻ കുറിച്ചു. SDPI CPIM ഡീൽ ആരോപണങ്ങൾക്കിടെ നേമത്ത് ആരുടെയും വോട്ടുകൾ വേണ്ട എന്ന് വെക്കില്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി. ചിലരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് പ്രധാനമെന്നും V ശിവൻകുട്ടി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഈ ആളുകൾ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വോട്ടർമാരാണ് തീരുമാനിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. CPIM SDPI ഡീൽ എന്ന UDF ആരോപണം ശക്തമായിരിക്കെയാണ് V ശിവൻകുട്ടിയുടെ പ്രതികരണം. നേരത്തെ നേമത്ത് ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പറഞ്ഞിരുന്നു. SDPI ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായിരുന്നില്ല. SDPIയുടെ തിരഞ്ഞെടുപ്പ് നിലപാട് തന്നോടല്ല അവരോട് ചോദിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വോട്ടിന് വേണ്ടി LDFന് അവസരവാദ നിലപാടില്ല, തത്വാധിഷ്ഠിത നിലപാടാണ്. നാടിന് ആപത്തായതിനാലാണ് വർഗീയതയെ LDF എതിർക്കുന്നത്. എല്ലാ കാലത്തും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് LDF സ്വീകരിച്ചത്. എല്ലാ വർഗീയതയും LDFും എതിർക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDFനെ പോലെ വർഗീയ പ്രസ്ഥാനങ്ങളോട് കൂട്ടുകൂടാൻ CPIMനെ കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കോൺഗ്രസിനെ പവിത്രമാക്കുകയാണ് മാധ്യമങ്ങൾക്ക് വേണ്ടത്. നാട്ടുകാർ ഇത് വിശ്വസിക്കില്ല. മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയുമായാണ് വന്നിരിക്കുന്നത്. അത് മാറ്റിവെക്കണമെന്നും SDPIയെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
പാകിസ്ഥാൻ ക്രിക്കറ്റിനെ നാണക്കേടിലേക്ക് തള്ളിവിട്ട് പന്ത് ചുരണ്ടൽ വിവാദം. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിനിടെ ലാഹോർ ക്വാലൻഡേഴ്സ് ടീമിന്റെ പാക് താരങ്ങളാണ് പന്തിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചത്. കറാച്ചി കിങ്സിനെ ജയിക്കാൻ 20-ാം ഓവറിൽ 14 റൺസ് കൂടി വേണ്ടിയിരുന്നപ്പോഴാണ് ലാഹോർ ക്യാപ്റ്റൻ ഷഹീൻ അഫ്രീദി, ഫഖർ സമാൻ, ഹാരിസ് റൌഫ് എന്നിവർ ചേർന്ന് ബോളറുടെ റണ്ണപ്പ് ഏരിയയ്ക്ക് സമീപത്ത് നിന്ന് പന്ത് കയ്യിൽ വെച്ച് ഏറെ നേരം സംസാരിച്ചത്. മൂവരും ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് അമ്പയറുടെ കണ്ണ് വെട്ടിച്ച് പന്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് ആരോപണം. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മത്സരത്തിനിടെ പന്തുമായി താരങ്ങൾ ചർച്ചകൾ നടത്തുന്നത് സ്വാഭാവികമാണെങ്കിലും സംശയം തോന്നിയ അമ്പയർ ഫൈസൽ അഫ്രീദി വിഷയത്തിൽ ഇടപെട്ടു. പന്ത് വാങ്ങിയ അമ്പയർ മറ്റൊരു ഫീൽഡ് അമ്പയറായ ഫർദുഫുല്ലയുമായി ചേർന്ന് വിശദമായി പരിശോധിച്ചു. പന്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ കറാച്ചി കിങ്സ് ടീമിന് 5 റൺസ് പെനാൽറ്റി അനുവദിച്ചു നൽകി. പഴയ പന്ത് മാറ്റി മറ്റൊരു പന്ത് ഉപയോഗിച്ചാണ് മത്സരം പൂർത്തിയാക്കിയത്. ഇതോടെ കറാച്ചിയുടെ വിജയലക്ഷ്യം അവസാന 6 പന്തുകളിൽ 9 റൺസായി കുറഞ്ഞു. 20-ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ കറാച്ചി ബാറ്റർ ഖുഷ്ദിൽ ഷാ പുറത്തായി. പക്ഷേ ഒരു 6ഉം 4ഉം അടിച്ച് അബ്ബാസ് അഫ്രീദി കറാച്ചിയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു. മത്സരത്തിൽ 4 വിക്കറ്റ് വിജയമാണ് കറാച്ചി സ്വന്തമാക്കിയത്. മത്സരത്തിനിടെ പലതവണ ഒഫീഷ്യൽസും താരങ്ങളും കൈമാറിയ പന്തിൽ വന്ന മാറ്റത്തിന് അവസാന നിമിഷം ഉപയോഗിച്ചവരെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് ലാഹോർ ടീമിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പന്തിൽ കൃത്രിമം കാണിച്ചതിന് ഓസ്ട്രേലിയൻ താരങ്ങളായ ഡേവിഡ് വാർണർ, സ്റ്റീവ് സ്മിത്ത് എന്നിവർക്ക് ഏറെക്കാലം വിലക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇത്രയും വലിയ ശിക്ഷ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ പ്രധാന താരങ്ങൾക്ക് പാക് ബോർഡ് നൽകില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. മാച്ച് റഫറി റോഷൻ മഹനാമയുടെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിൽ അമ്പയർമാരുടെ കണ്ടെത്തലിനെ ഫഖർ സമാൻ തള്ളിയിരുന്നു. ലെവൽ 3 പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞാൽ ഒരു മത്സരത്തിലെ വിലക്കാണ് പാക് താരങ്ങൾക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ പ്രതിസന്ധി മൂലം ഊർജ്ജവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിലായി വരുത്തി റേച്ചൽ റീവ്സ്. 5% ശമ്പള വർധനയുടെ ഭാഗമായി കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ എംപിമാരെ സഹായിക്കാൻ 3300 പൗണ്ട് വീതം നൽകാൻ ഉത്തരവിട്ട് റീവ്സ്. പ്രധാനമന്ത്രിയും ചാൻസലറും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്കെല്ലാം പുതിയ തീരുമാനത്തിൽ നേട്ടം. പ്രഭുസഭയിലെ തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾക്കും വർധനവിന്റെ പ്രയോജനം ലഭിക്കും. നികുതിരഹിത പ്രതിദിന വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് 390 പൗണ്ട്. UK-യിൽ ചികിത്സയ്ക്കായി ലക്ഷക്കണക്കിന് രോഗികൾ കാത്തിരിപ്പ് തുടരുന്നു. ലക്ഷ്യം കാണാതെ A&E, ക്യാൻസർ ചികിത്സ, മുൻകൂട്ടി നിശ്ചയിച്ച ചികിത്സകൾ എന്നിവയിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനുള്ള NHS ശ്രമങ്ങൾ തുടരുന്നു. നിലവിലും ലക്ഷക്കണക്കിന് രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നതിനായി നീണ്ടകാലം കാത്തിരിക്കേണ്ട അവസ്ഥ. ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവന മേഖലയ്ക്ക് പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് കണക്കുകൾ. 2029 അവസാനത്തോടെ NHS-ലെ വെയിറ്റിംഗ് സമയം സാധാരണ നിലയിലേക്ക് എത്തിക്കുമെന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെയും ഹെൽത്ത് സെക്രട്ടറിയുടെയും ഉറപ്പുകൾ പാഴ്വാക്കായി. ക്യൂബൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു വന്ന കർശനമായ നിലപാടുകളിൽ നിന്ന് അപ്രതീക്ഷിത മാറ്റം. റഷ്യയിൽ നിന്നുള്ള ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് എത്തുന്നതിന് അനുമതി നൽകി അമേരിക്ക. നടപടി US ഏർപ്പെടുത്തിയ ശക്തമായ എണ്ണ ഉപരോധം നിലനിൽക്കെ. ക്യൂബ നേരിടുന്ന രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്കിടയിൽ റഷ്യൻ എണ്ണക്കപ്പൽ ക്യൂബയിൽ എത്തുന്നതിന് അമേരിക്ക തടസ്സം നിൽക്കില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ക്യൂബയിലെ മാസങ്ങളായുള്ള ഇന്ധനക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകും. ഇറാനിലെ ലഹമർദ് പട്ടണത്തിൽ കഴിഞ്ഞ മാസം നടന്ന മാരകമായ ആക്രമണത്തിൽ പുതിയ മിസൈൽ പരീക്ഷിച്ച് അമേരിക്ക പരീക്ഷിച്ചത് സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ. US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ പലതും ഇറാൻ അംഗീകരിച്ചതായി ട്രംപ്. വിഷയത്തിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാൻ. വളരെ നല്ല കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്നും പ്രധാന വിഷയങ്ങളിൽ അർത്ഥവത്തായ പുരോഗതിയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ കൈത്താങ്. അടിയന്തരമായി ഇന്ത്യ കൊളംബോയിൽ എത്തിച്ചത് 38,000 മെട്രിക് ടൺ ഇന്ധനം. തീരുമാനം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ഇന്ത്യ നൽകിയ കൈത്താങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും നന്ദി അറിയിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കവേ BJP-യെ കടന്നാക്രമിച്ച് മമതാ ബാനർജി. സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ മത്സ്യവും മാംസവും മറ്റും കഴിക്കുന്നതിൽ നിന്ന് അവർ വിലക്കുമെന്ന് മമത. BJP നിലപാടുകൾ ഏകപക്ഷീയമാണെന്നും അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി. കലാപത്തിന് പ്രേരിപ്പിക്കുന്നവരാണ് BJP എന്നും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് മമതാ ബാനർജി. മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർക്ക് മാത്രം മറുപടി നൽകിയതുമായി ബന്ധപ്പെട്ട്. കൈരളിയിലെയും ദേശാഭിമാനിയിലെയും മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നതെന്നും ഇത് മോശമാണെന്നും മുഖ്യമന്ത്രിയോട് മാധ്യമ പ്രവർത്തകർ. പരസ്പരം സംവാദത്തിന് വെല്ലുവിളിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. VD സതീശനോട് സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി. വെല്ലുവിളി ഏറ്റെടുത്ത് VD സതീശൻ. നിയമത്ത് ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് വെക്കില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ പരാമർശം SDPI CPM ഡീൽ ആരോപണങ്ങൾക്കിടെ.
ചിലരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നും വർഗീയ കക്ഷികളെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് പ്രധാനമെന്നും മന്ത്രി. നേമത്തെ ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്നതിൽ ഉറച്ച് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. SDPI ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.